ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത്. അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അടുത്ത കൊല്ലം നല്ലതാവാനും അല്ലെങ്കിൽ ഒരു പുതിയൊരു വർഷത്തിൻ്റെ തുടക്കം പോലെയാണ് എല്ലാവരും വിഷുവിനെ കാണുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടം 1-ന് മേടവിഷുവും തുലാം 1-ന് തുലാവിഷുവും ഉണ്ട്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിന് സംക്രാന്തി എന്നാണ് പറയുന്നത്. സംക്രാന്തികളിലെ പ്രധാനമായതിന് മഹാവിഷു എന്നും പറയപ്പെടുന്നുണ്ട്. പലർക്കും അറിയാം, വിഷുവിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളാണുള്ളത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയുമൊത്ത് നരകാസുരൻ്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. അവർ അസുരപ്രമുഖരെയെല്ലാം നിഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടെയാണ് എന്നാണ് വിശ്വാസം. ഈ ദിനമാണ് വിഷുവെന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയില് കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് എന്നാണ് മറ്റൊരു വിശ്വാസം. വിഷുവിന് തലേ ദിവസം വീട് വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്നത് രാവണവധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി വിഷു എന്ന ആഘോഷത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണിയാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് എന്നത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷുക്കണിയുടെ ഐറ്റംസിനെ കുറിച്ച് പറയാമോ, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാം. വിഷുവിൻ്റെ ഒരു ദിവസം 2 ദിവസം മുന്നേ ഒക്കെ പറയുന്ന സമയത്ത് ഐറ്റംസൊക്കെ വാങ്ങിക്കാനും അതുപോലെ തന്നെ എല്ലാം സംഘടിപ്പിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരല്പം നേരത്തെ തന്നെ വിഷുക്കണിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വിഷുക്കണിക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ള വസ്തുക്കളെക്കുറിച്ചൊന്ന് പറയാം. അരി, നെല്ല്, പുതിയ മുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പുതിയത് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അലക്കി തേച്ച മുണ്ടും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സ്വർണം വേണം, വാൽക്കണ്ണാടി നിർബന്ധമാണ്, കണിവെള്ളരി വേണം, കണിക്കൊന്നയും നിർബന്ധമാണ്. ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും നിർബന്ധമായിട്ടും വേണ്ട ഐറ്റംസ് തന്നെയാണ് കേട്ടോ. വെറ്റില, അടക്ക, കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ, മാമ്പഴം, പഴുത്ത ചക്ക, പഴം. ഇനി നിങ്ങൾക്ക് പഴുത്ത ചക്ക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടച്ചക്ക ആയാലും ഇടിച്ചക്ക ആയാലും മതി കേട്ടോ. കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക്, നാളികേരത്തിൻ്റെ പാതി, ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം. ഇത്രയുമാണ് വിഷുക്കണി ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. ഇവ കണ്ടുണരുന്ന സമയത്ത് പുതിയ ഒരു ജീവിത ചംക്രമണത്തിലേക്കുള്ള വികാസമാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഇനി വിഷുക്കണി കഴിഞ്ഞു, കണി കണ്ടതിന് ശേഷം അടുത്തത് വീട്ടിലെ ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനമായിട്ട് വിഷുക്കൈ നീട്ടം നൽകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണിയൊരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണ്, എന്നാൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥനായിരിക്കും. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. അത് ലഭിക്കുന്ന ആൾക്ക് ആ ഒരു വർഷം മുഴുവൻ അതുപോലെ തന്നെ ധനവരവും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം. ഒട്ടുമിക്ക വീടുകളിലും വിഷുക്കണി വയ്ക്കാറുണ്ട്. ഇനി അങ്ങനെ വയ്ക്കാൻ സാധിക്കാത്തവർ വീടിൻ്റെ മുൻവശത്ത് കണിക്കൊന്നയും കണ്ണിമാങ്ങയും തൂക്കുന്ന പതിവും ഒക്കെ ഉണ്ട്.
നിങ്ങൾക്ക് വിപുലമായ രീതിയിൽ ഇനിയും ഈ പറഞ്ഞ വിഷുക്കണിയിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യാം. പക്ഷേ നിർബന്ധമായിട്ടും വയ്ക്കേണ്ട ഐറ്റംസാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു വിഷുക്കണി വീട്ടിൽ തയ്യാറാക്കുക. ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമ്പൽ സമൃദ്ധിയും വരുത്താൻ നിങ്ങൾ ഈ കാണുന്ന വിഷുക്കണി നിങ്ങളെ സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടുരുളിയിലാണ് കണി വെക്കേണ്ടത്. ഓട്ടുരുളിയിൽ തന്നെ കഴിയുന്നതും കണി വയ്ക്കുക. ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും കഴിഞ്ഞ വർഷത്തെ ഓട്ടുരുളി ഈ വർഷവും കണി വെക്കാൻ ഉപയോഗിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു ഓട്ടുരുളി വാങ്ങിക്കുന്ന ആളാണ് ഈ ഒരു വർഷത്തെ വിഷുക്കണി വയ്ക്കാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എടുത്തു വയ്ക്കുക. അതിൽ നോൺ വെജോ കാര്യങ്ങളോ ഒന്നും തന്നെ കുക്ക് ചെയ്യാൻ പാടില്ല. വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ വിഷുക്കണി ആഘോഷിക്കുകയും കുട്ടികളെ ആ ഒരു കണിക്ക് അടുത്തിരുത്തി കുട്ടികൾ ആദ്യം എന്താണ് തൊടുന്നത് അല്ലെങ്കിൽ ഏത് വസ്തുവാണോ എടുക്കുന്നത് അത് നോക്കി ഫലങ്ങൾ പറയുന്ന രീതിയുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വിഷുക്കണി വെക്കാറുണ്ട്. വീട്ടിൽ വയ്ക്കാൻ സാധിക്കാത്തവരും വീട്ടിൽ വയ്ക്കാൻ സാധിക്കുന്നവരും ഒക്കെയും തന്നെ ക്ഷേത്രത്തിൽ പോയി കണി കാണാറുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിഷുക്കൈ നീട്ടം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഒരു വർഷക്കാലം മുഴുവൻ ആ ഒരു ചിലപ്പോൾ 1 രൂപയുടെ കോയിനായിരിക്കും കിട്ടുന്നത്. വളരെ സന്തോഷത്തോടെ കുട്ടികളൊക്കെ എടുത്തു വയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിഷുക്കണി കിട്ടുന്ന പൈസ എന്താ പറയുക ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതല്ല സൂക്ഷിച്ചു വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും ഉത്തമം തന്നെയാണ്. ഇനി എപ്പോഴാണ് വിഷുക്കണി ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് മുൻപാണ് കണി കാണേണ്ടത്. കണി കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. സാധാരണയായി മലയാളികൾ കണി കണ്ടു കഴിഞ്ഞ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറാണ് പതിവ്. വിഷുവിൻ്റെ തലേ ദിവസം രാത്രി വൈകി എല്ലാവരും കിടന്നതിന് ശേഷം ഗൃഹനാഥ വേണം കണിയൊരുക്കാനായിട്ട്. ഇനി ഗൃഹനാഥയുടെ അഭാവത്തിൽ മറ്റാർക്ക് വേണമെങ്കിലും കണി ഒരുക്കാവുന്നതാണ്. വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയ മറ്റ് സ്ഥലത്തോ കണിയൊരുക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. പലരും വീടിൻ്റെ പ്രധാന വാതിലിന് നേർക്കായിട്ട് ഹാളിലായിരിക്കും കണിയൊരുക്കുന്നത്. ഒരു പീഠത്തിൽ മഞ്ഞ പട്ട് വിരിച്ച് അതിൽ കൃഷ്ണൻ്റെ ചിത്രമോ കേടുപാടുകൾ സംഭവിക്കാത്ത കൃഷ്ണവിഗ്രഹമോ വച്ച് മാല ചാർത്തി അലങ്കരിക്കണം. അതിനു മുന്നിലായി 5 തിരിയിട്ട വിളക്ക് ഒരുക്കി വയ്ക്കണം. ശേഷം അവിടെയായിട്ടാണ് കണി ഒരുക്കി വെക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടുമിക്ക വീടുകളിലും കൃഷ്ണവിഗ്രഹങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കണിയൊരുക്കുന്ന സമയത്ത് ഒരു കേടുപാടുകളും ഇല്ലാത്ത കൃഷ്ണവിഗ്രഹം തന്നെ വേണം. ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. എന്തു തന്നെ ആയാലും പൊട്ടിയതോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നിട്ടുള്ളതോ ആയിട്ടുള്ള വിഗ്രഹം ഒരു കാരണവശാലും വിഷുക്കണി ഒരുക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വിഷുനാളിൽ പ്രഭാതപൂരിതമായ നിലവിളക്കിൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിതമാണ് മുന്നിലേക്ക് വഴി തുറക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു വിഷുക്കാലം എല്ലാവർക്കും സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വിഷുക്കാലത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ അടുത്ത ഒരു വിഷുക്കാലം വരെ ഈ ഒരു കൊല്ലം മുഴുവൻ അതിൻ്റെ ഒരു തുടർച്ചയും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.